ആര്യാടൻ ഷൗക്കത്തിൽ ചെറിയ മുൻതൂക്കം കാണുന്നുണ്ട്. മുരളീധരൻ്റെ പെട്ടി തൂക്കി നടന്നിട്ടാണ് അനിൽകുമാർ രാഷ്ട്രീയത്തിൽ വരുന്നത്. അങ്ങനെ ഈ സീറ്റിൽ അനിൽകുമാറിനെ പ്ലേസ് ചെയ്യുകയാണ്. തവണ ഷൗക്കത്തിന് സീറ്റ് കൊടുത്തിട്ടില്ലെങ്കിൽ വണ്ടൂരിൽ നിങ്ങൾ തൂക്കും. അപ്പോൾ അൻവർ വലിയൊരു ഫാക്ടറാണ്. അൻവർ രണ്ട് ഭാഗത്തുനിന്നും വോട്ട് പിടിക്കുന്നുള്ളതാണ് എനിക്ക് ഗ്രൗണ്ട് ലെവലിൽ നിന്ന് കിട്ടുന്നത്. BJP സ്ഥാനാർത്ഥി ചിത്രത്തിലേ ഇല്ല, ഒന്നിനും പറ്റില്ല. ആ സാധു എന്തിനാണ് നിന്നതെന്ന് എനിക്കറിയില്ല. പഞ്ചായത്ത് മെമ്പറായിട്ട് പോലും മത്സരിച്ച് ജയിക്കാൻ കഴിയില്ല മൂപ്പർക്ക്. കേരളം കാത്തിരുന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചരണം അവസാനിച്ചു. നിശബ്ദ പ്രചരണത്തിന് ശേഷം നിലമ്പൂർ വിധിയെഴുതാൻ പോവുകയാണ്. ശക്തമായ ത്രികോണ മത്സരം തന്നെ നിലമ്പൂരിലുണ്ടെന്ന് നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നു. ഇപ്പോൾ രാജൻ ജോസഫ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ രാജൻ ജോസഫ്, നിലമ്പൂരിൻ്റെ ഒരു രാഷ്ട്രീയ ചിത്രം പോളിംഗ് ബൂത്തിലേക്ക് എത്തുമ്പോൾ അല്ലെങ്കിൽ നിലമ്പൂർ എങ്ങനെ വിധി എഴുതുമെന്ന് നമുക്കിപ്പോൾ വിലയിരുത്താൻ കഴിയും? എങ്ങനെ വിധി എഴുതും എന്നുള്ളത് ഇപ്പോൾ പ്രവചിക്കാൻ പറ്റില്ല. പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതിയിൽ ആര്യാടൻ ഷൗക്കത്തിൽ ചെറിയ മുൻതൂക്കം കാണുന്നുണ്ട്. നിലമ്പൂരിൽ ഒരു ത്രികോണ മത്സരത്തിന് തന്നെയാണോ അവസാന സമയത്തേക്ക്? ഒരു സംശയമൊന്നുമില്ല. കാരണം എന്ന് വെച്ചാൽ അവിടെ നടക്കുന്നത് ശക്തമായ ത്രികോണ മത്സരമാണ്. അത് പരമ്പരാഗതമായി നമ്മൾ കണ്ട് ശീലിച്ച രീതിയിൽ മൂന്ന് മുന്നണികൾ തമ്മിലല്ല, മറിച്ച് LDFും UDFും അൻവറും തമ്മിലാണ്. ഒരൊറ്റയാൻ പോരാട്ടമാണ് അൻവർ രണ്ടു കൂട്ടരോട് നടത്തുന്നത്. പക്ഷേ അൻവറിൻ്റെ കൂടെ ആളുകളുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്, ഫാക്റ്റാണ്. കാരണം ഈ 262 ബൂത്തുകളുണ്ട്. ഈ ബൂത്തിലെല്ലാം അൻവറിന് വേണ്ടി ക്യാമ്പയിൻ അതാത് ബൂത്തിലുള്ള ആളുകളെ കണ്ടെത്തിയിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ വോട്ടിലുള്ള ബൂത്തിൽ അവിടെ ഒന്നും തൃണമൂൽ കോൺഗ്രസോ അതൊന്നുമില്ല. പക്ഷേ അൻവറിനോട് താല്പര്യമുള്ള കുറച്ച് ആൾക്കാരുണ്ട്. അവിടെ ബൂത്ത് കമ്മിറ്റി ഓഫീസ് തുടങ്ങി എന്നുള്ളതാണ്. അപ്പോൾ ഇലക്ഷൻ പ്രചരണമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ നടക്കുന്നത്. ഇപ്പോൾ ഇന്നിപ്പോൾ ഞാൻ കിട്ടിയിട്ടുള്ള വിവരം അവിടെ പിന്നെ പല സ്ഥലത്തും കുട്ടികളെ ഇറക്കുക, വോട്ടേഴ്സല്ല കുട്ടികളെ ഇറക്കുക. അവർക്ക് ഭക്ഷണവും കാര്യങ്ങളൊക്കെ ഉണ്ട്. വണ്ടിക്ക് ഓരോ സ്ഥലത്ത് കൊണ്ടുവന്ന് ഇറക്കുക, അവർ വീട് കയറുക, അൻവർക്കൊക്കെ വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ ട്രെൻഡ്. പിന്നെ മലയോര കർഷകരെ വിഷയങ്ങൾ അഭിമുഖീകരിച്ചത് ഇപ്പുറത്ത് CPMൻ്റെ ആണെങ്കിൽ 99 MLA മാരും പിന്നെ MP മാരും മന്ത്രിമാരും എല്ലാവരും അവിടെ ക്യാമ്പ് ചെയ്ത് പാർട്ടിയുടെ പിന്നെ ഓരോ ബൂത്തിനൊക്കെ ചുമതല കൊടുത്തിട്ടുള്ളതൊക്കെ പാർട്ടിയുടെ ഓരോ DC മെമ്പർമാർക്ക് അങ്ങനെയുള്ള ആളുകൾക്കാണ് ഒരു ബൂത്തിൻ്റെ ചാർജ് കൊടുത്തിട്ടുള്ളത്. ആ രീതിയിലുള്ള കൃത്യമായിട്ടുള്ള എണ്ണയിട്ട യന്ത്രം പോലെയുള്ള പ്രവർത്തനം അവരെ ഭാഗത്ത് നടക്കുന്നുണ്ട്. കോൺഗ്രസും കൃത്യമായിട്ട് അങ്ങനത്തെ പ്രവർത്തനം നടത്തുന്നുണ്ട്. കാരണം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം CPMനെ സംബന്ധിച്ചിടത്തോളം ഫണ്ടിൻ്റെ പ്രശ്നമില്ല. ആരെ വിളിച്ചു ചോദിച്ചാലും ഫണ്ട് കിട്ടും. ഇപ്പോൾ അവിടുത്തെ പിന്നെ നിലമ്പൂരിലെ പ്രധാനപ്പെട്ട ബാറുടമകളൊക്കെ ഇങ്ങനെ മേപ്പോട്ട് നോക്കിയിരിക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ എല്ലാവരും ചോദിക്കണം, 3 കൂട്ടം നന്നായിട്ട് പൈസ ചോദിക്കുന്നുണ്ട്. BJP പിന്നെ അത് ചിത്രത്തിലില്ല, അതാണ് സ്ഥിതി. അപ്പം ഈ അൻവർ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് വന്നതിനെക്കുറിച്ച് ഞാൻ 2 ആഴ്ച മുമ്പ് എൻ്റെ സ്വന്തം പ്ലാറ്റ്ഫോമിൽ, എൻ്റെ പേഴ്സണലായിട്ടുള്ള പ്ലാറ്റ്ഫോമിനകത്ത് ഞാൻ പറഞ്ഞതാണ്. വന്ന വഴി ഇങ്ങനെയാണ്. അതായത് അവിടെ VS ജോയി വരും എന്നൊരു സ്ഥിതി ഉണ്ടാകുമ്പോൾ തന്നെ ഇപ്പുറത്ത് ഒരു നീക്കം നടന്നു. ആര്യാടൻ ഷൗക്കത്തിൻ്റെ അടുത്തൊരു കൂടിയാലോചന നടന്നു. ആര്യാടൻ ഷൗക്കത്തിൻ്റെ അടുത്ത് മുൻ DCC സെക്രട്ടറി V സുധാകരൻ, അതേപോലെ തന്നെ ഇപ്പോൾ DC സെക്രട്ടറി ആയിട്ടെന്ന് തോന്നുന്നുണ്ട് പിന്നെ റഷീദ് പറമ്പൻ, അതേപോലെ അങ്ങനെയുള്ള കുറച്ച് ആൾക്കാർ, PT അജീവ് മോഹൻ ഉൾപ്പെടെയുള്ളവരൊക്കെ കൂടിയിട്ട് UDFൻ്റെ ജില്ലാ കൺവീനർ പഴയ PT മോഹനകൃഷ്ണൻ്റെ മകൻ, അപ്പോൾ അവരൊക്കെ കൂടിയിട്ട് പൊന്നാനി സ്ഥാനാർത്ഥി ഇവരെല്ലാം കൂടിയിട്ട് ഒരു യോഗം ചേരുകയും ആ യോഗത്തിൻ്റെ തീരുമാനപ്രകാരം അനിൽകുമാറിനെ ത്രെട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ടെന്നുള്ള വിവരം എനിക്ക് കിട്ടിയപ്പം BS ജോയി എൻ്റെ റിലേറ്റീവാണ്, അടുത്ത ബന്ധുവാണ്. ഞാൻ ജോയിയായിട്ട് രാഷ്ട്രീയം സംസാരിക്കാറില്ല, അങ്ങനെ വിളിക്കാറുമില്ല, സംസാരിക്കാറില്ല, അങ്ങനെ ഇതിലാണ് പോണത്. അപ്പോൾ ജോയിക്ക് പിന്നെ വളരെ ആത്മവിശ്വാസത്തിലാണെങ്കിൽ അത് വേണ്ട എന്നുള്ളത് ഞാൻ ജോയിയുമായി അടുപ്പമുള്ള ചില ആൾക്കാരുടെ അടുത്ത് അറിയിച്ചു. ജോയിൻ്റെ അടുത്ത് നിന്ന് അറിയിച്ചാൽ അങ്ങനെ നീക്കം നടക്കുന്നുണ്ട്. കാരണം അനിൽകുമാറിൻ്റെ അടുത്ത് പിന്നെ ആര്യാടൻ ഷൗക്കത്തിന് വേണ്ടി ഇവർ സംസാരിച്ചത് എന്താ വെച്ചാൽ, അനിൽകുമാർ കഴിഞ്ഞ തവണ ഒന്നിനും കൊള്ളാത്ത ഒരു പെൺകുട്ടീനെ പിന്നെ ഏതൊരു പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായിട്ട് അവിടെ ലീഗിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് സംവരണ സീറ്റ് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം സംവരണമാകുമ്പോൾ അങ്ങനെ വന്നൊരു മിഥുന എന്ന് പറഞ്ഞ പെൺകുട്ടീനെ കേട്ടുചെല്ലിലൊക്കെ മുഖേന ഇങ്ങോട്ട് വലിച്ച് ഇവിടെ സ്ഥാനാർത്ഥിയാക്കി. അതിന് മണ്ഡലം എന്താണെന്നറിയില്ല, ഒന്നും അറിയില്ല, ഒരു പാവംകുട്ടി. അതിനെ പിന്നെ ഇപ്പം എന്താ മന്ത്രിയുടെ സ്റ്റാഫിലൊക്കെ ജോലിയൊക്കെ കൊടുത്തിട്ടുണ്ട് ജീവിക്കാനുള്ള മാർഗ്ഗത്തിന് വേണ്ടിയിട്ട്, സാധാരണ കുടുംബത്തിനുള്ള. ഈ കുട്ടീനൊന്നും ആർക്കും അറിയില്ല. അവിടെ നല്ല സ്ഥാനാർത്ഥിനെ നിർത്തിയതെങ്കിൽ അനിൽകുമാർ ചിലപ്പോൾ അടിപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. കാരണം 2001 തൊട്ട് തുടർച്ചയായിട്ട് പിന്നെ മത്സരിച്ച് വിജയിച്ച് വരികയാണ്. അപ്പം അത് പ്രത്യേക സാഹചര്യത്തിലാണ് അവിടെ വരുന്നത്. അതിന് മുമ്പ് പിന്നെ 12 സുധാകരൻ കുറേ കാലം മത്സരിച്ച് വിജയിച്ചു. 12 സുധാകരൻ അട്ടിമറിച്ചിട്ട് എൻകണ്ണം വരുന്നു. പിന്നീട് അനിൽകുമാറിൻ്റെ ഒരു ചൈത്രയാത്രയാണ്. അനിൽകുമാറിനെ അവിടെ കൊണ്ടുവരുന്ന സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അനിൽകുമാറിനെ രാഷ്ട്രീയത്തേക്ക് കൈപിടിച്ചു കൊണ്ടുവന്നത് ഈ PT അജയ് മോഹനാണ്. PT അജയ് മോഹൻ്റെ ഒരു സിംഗിളായിട്ട് അങ്ങനെ നിൽക്കണു. അനിൽകുമാർ തൃത്താലയിൽ മത്സരിച്ച് തോക്കണം, യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആവണം. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അനിൽകുമാറിനെ മുരളീധരനുമായി, അതായത് അന്ന് ഈ വാട്സപ്പും ഇതൊന്നും ഇല്ലല്ലോ, പല കാര്യങ്ങൾക്കും ദൂതനായിട്ട് ഇങ്ങനെ പറഞ്ഞയക്കാൻ തുടങ്ങി. അങ്ങനെ മുരളീധരൻ്റെ അടുത്ത ആളായി. മുരളീധരൻ തന്നെ ഇപ്പോൾ KPCC വർക്കിംഗ് പ്രസിഡൻ്റായിട്ട് അനിൽകുമാർ ചുമതലയേറ്റെടുക്കുന്ന, ബാക്കിയുള്ളവരെല്ലാം ഷാഫിയും ഇവരൊക്കെ ചുമതലയേറ്റെടുത്ത, വിഷ്ണുനാഥും സണ്ണി ജോസഫൊക്കെ ചുമതലയേറ്റെടുത്ത ചടങ്ങിൽ മുരളീധരൻ തന്നെ പറഞ്ഞു അനിലിനെ ഞാൻ കൊണ്ടുവന്നതാണ് എന്നുള്ളത് അവിടെ തന്നെ പറഞ്ഞു. അങ്ങനെ എൻ്റെ ആളായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ മുരളീധരൻ്റെ പെട്ടി തൂക്കി നടന്നിട്ടാണ് അനിൽകുമാർ രാഷ്ട്രീയത്തിൽ വരുന്നത്. അങ്ങനെ ഈ സീറ്റിൽ അനിൽകുമാറിനെ പ്ലേസ് ചെയ്യുകയാണ് അജയ് മോഹനൊക്കെ. പക്ഷേ ആയിക്കഴിഞ്ഞപ്പോൾ ഈ അജയ് മോഹനെയും ഇവരെല്ലാം പറമ്പൻ റഷീദിനെയും ഇവരൊക്കെ
പിന്നെ കൂടെ നിന്ന് സഹോദരനെ പോലെ സഹായിച്ച ബി സുധാകരനെയൊക്കെ അനിൽകുമാർ തട്ടി. അനിൽകുമാർ സ്വന്തമായിട്ട് പിന്നെ കേസിലെ ഒരു വലങ്കിയായിട്ട് നിൽക്കാൻ തുടങ്ങി. അപ്പം അങ്ങനെ നിന്നുകൊണ്ട് അനിൽകുമാറിനെതിരെ അടുത്ത ഇത്തവണ ഷൗക്കത്തിന് സീറ്റ് കൊടുത്തിട്ടില്ലെങ്കിൽ വണ്ടൂരിൽ നിങ്ങൾ തോക്കും എന്നുള്ള മെസ്സേജ് കൃത്യമായിട്ട് അതിന്റെ സംവിധാനം ഷൗക്കത്തിനും എ ഗ്രൂപ്പിനും അവിടെ ഉണ്ട് എന്നുള്ള കാര്യം. എ ഗ്രൂപ്പ് എന്നുള്ളതല്ല. ഇപ്പം ഞാൻ പറഞ്ഞത് ഒരു അജയ് മോഹൻ ഐ ഗ്രൂപ്പാണ്, റഷീദ് വർമ്മൻ ഐ ഗ്രൂപ്പാണ്, വി സുധാകരൻ എ ഗ്രൂപ്പായിരുന്നു, ആര്യാടൻ്റെ വളരെ അടുത്ത ആളായിരുന്നു. അപ്പം പിന്നെ പക്ഷേ അനിൽകുമാറിനോടൊരു വിരോധം അവിടെ ഉണ്ട് എന്നുള്ളതും അത് കത്തിക്കാൻ പറ്റും എന്നുള്ളതും അത് നല്ല ശക്തനായ ഒരു കാൻഡിഡേറ്റിനെ അപ്പുറത്ത് ഇട്ട് കഴിഞ്ഞാൽ അനിൽകുമാറിനെ അട്ടിമറിക്കാൻ പറ്റും എന്നുള്ളതൊക്കെ യാഥാർത്ഥ്യമാണ്. CPM സ്ഥാനാർത്ഥിയുടെ നിർണ്ണയത്തിലാണ് കഴിഞ്ഞ തവണ പാളിച്ച പറ്റിയത്. അങ്ങനെ നിർത്തിക്കഴിഞ്ഞാൽ പണി തരും എന്നുള്ളത് പറഞ്ഞപ്പോൾ ഇല്ലെങ്കിൽ ബാപ്പുട്ടിക്ക് സീറ്റ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് പോയത്. ഞാനിത് ജോയിൻ്റെ കേന്ദ്രങ്ങളിൽ അടുപ്പുള്ള ആൾക്കാരോട് പറഞ്ഞു, ജോയിൻ്റെ അടുത്തൊന്ന് സൂചിപ്പിച്ചടാ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവർ പറഞ്ഞേ അങ്ങനൊന്നുമില്ല എന്ന് പറഞ്ഞു. പക്ഷേ അവസാനം നമ്മൾ പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചു. അന്ന് ജോയിൻ്റെ ക്യാമ്പിൽ അറിയിച്ചത് 2 ആഴ്ച മുമ്പ് ഞാൻ എയർ ചെയ്തിട്ടുള്ളത് അതേ സാധനം ഇന്ന് PV അൻവർ പറഞ്ഞു. ഇതേ ഞാൻ പറഞ്ഞിട്ടുള്ള അതേ കണ്ടന്റ് തന്നെയാണ് പറഞ്ഞത്. PV അൻവർ ഇന്ന് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് പിന്നെ മീഡിയനെടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ PV അൻവറിൻ്റെ ഓപ്പറേഷനൊക്കെ വളരെ സൈലൻ്റ് ആയിരുന്നു. ആലോചിച്ച് നോക്കുക. ആദ്യം പറയുന്നത് എൻ്റെ അടുത്തൊന്നും ഇല്ല, ഞാൻ മത്സരിക്കാനില്ല എന്ന് പറഞ്ഞു. അത് കഴിയുമ്പോൾ ക്രൗഡ് ഫണ്ടിങ്ങിലേക്ക് പോകുന്നു, അടുത്ത ദിവസം സ്ഥാനാർത്ഥിയാവുന്നു, മത്സരിക്കാൻ തീരുമാനിക്കുന്നു, അനൗൺസ്മെൻറ്റ് കാര്യങ്ങളും ഫ്ലെക്സും ഒക്കെ ഒറ്റയടിക്ക് ഇറങ്ങണം. അത് കഴിഞ്ഞിട്ട് പിന്നീട് അപ്രതീക്ഷിതമായിട്ടൊരു റോഡ് ഷോ നടത്തുന്നു ബാക്കിയുള്ളവരൊക്കെ നടത്തുന്നതിന് മുമ്പ്. അപ്പോൾ അൻവർ വലിയൊരു ഫാക്ടറാണ്. അൻവർ രണ്ട് ഭാഗത്തുനിന്നും വോട്ട് പിടിക്കുന്നുള്ളതാണ് എനിക്ക് ഗ്രൗണ്ട് ലെവലിൽ നിന്ന് കിട്ടുന്നത്. CPMൻ്റെ വോട്ടും പിടിക്കും, അസംതൃപ്തരായിട്ടുള്ള കുറേ ആളുകളുടെ അങ്ങനെയുള്ള വോട്ട് പിടിക്കും, മലയോര കർഷകരുടെ കുറേ വോട്ട് പിടിക്കും, കുടിയേറ്റ കർഷകരുടെ ഈ വന്യജീവി പ്രശ്നങ്ങളെക്കുറിച്ചിട്ടുള്ളതിൻ്റെ ഇന്നിപ്പോൾ അൻവർ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുള്ളത് കേരള നിയമസഭയിലെ ചോദ്യത്തിന് അന്നത്തെ മന്ത്രി മറുപടി കൊടുത്തത് കേരളത്തിൽ 2000 പന്നികൾ എന്നാണ്. അപ്പോൾ ഇയാളെന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ നിങ്ങൾ ഇങ്ങോട്ട് ഒരു 25 ഏക്കറിൻ്റെ ഉള്ളിൽ നിന്ന് ഞാനൊരു 100 പന്നീനെ പിടിച്ചു തരാമെന്ന് പറഞ്ഞു. അതാണ് സ്ഥിതി. കാരണം ആയിരക്കണക്കിന് പന്നികളാണ്, പന്നികൾ ജാഥയായിട്ടാണ് പോണത്. അങ്ങനെയാണ് പന്നികളുടെ പ്രകടനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ അഡ്രസ്സ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് അൻവർ കുറേ വോട്ട് പിടിക്കും. ജമാഅത്തെ ഇസ്ലാമി പരസ്യമായി ആര്യൻ ഷൗക്കത്തിന് പിന്തുണ പ്രഖ്യാപിച്ചെങ്കിലും കുറേ പേര് സ്വരാജിന് വോട്ട് ചെയ്യും എന്നുള്ളതാണ്. LDF നിന്ന് UDF നിന്നും പിടിക്കുന്ന വോട്ടുകളിൽ UDF നിന്ന് പിടിക്കുന്ന വോട്ടുകൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ മാതിരി തന്നെ ആര്യാടൻ ഷൗക്കത്തിന് ഗുണം ചെയ്യുന്നതാണ്. കാരണം അതെന്ത് വന്നാലും ആര്യാടൻ ഷൗക്കത്തിന് കിട്ടില്ല. മൂപ്പർക്കോട് വ്യക്തിപരമായിട്ടുള്ള വിരോധമാണ് അതിൻ്റെ കാരണം. അൻവർ നിന്നില്ലായിരുന്നെങ്കിൽ അത് സ്വരാജിലേക്ക് പോകുമായിരുന്നു, സ്വരാജിന് ഈസി വാക്ക് ഓവർ ആകുമായിരുന്നു. അത് കണക്ക് കൂട്ടിയിട്ടാണ് ആര്യാടൻ ഷൗക്കത്ത് സ്ഥാനാർത്ഥിയായപ്പോൾ ഒറ്റയടിക്ക് ഇവർ സ്വരാജിനെ നിർത്തിയത്. പക്ഷേ അൻവർ നിന്നപ്പം അൻവർ അപ്പുറത്തുനിന്ന് വോട്ട് പിടിക്കും, ഇപ്പുറത്തുനിന്ന് വോട്ട് പിടിക്കും. ഇപ്പുറത്തുനിന്ന് പിടിക്കുന്ന വോട്ട് സ്വരാജിന് കിട്ടേണ്ടിയിരുന്ന വോട്ടാണ്, UDFലെ വോട്ട്. അസംതൃപ്തരായ UDFകാരെ വോട്ടില്ലെങ്കിൽ സ്വരാജിക്ക് പോകുമായിരുന്നു. അപ്പോൾ അതിനെ തടയിടാൻ പറ്റിയെന്നുള്ളതാണ്. BJP സ്ഥാനാർത്ഥി ചിത്രത്തിലേ ഇല്ല, ഒന്നിനും പറ്റില്ല. ആ സാധു എന്തിനാണ് നിന്നതെന്ന് എനിക്കറിയില്ല. കാരണം മൂപ്പര് പൈസ കൊടുത്ത് നിർത്തിയൊന്നുമല്ല. കാരണം എന്താ വെച്ചാൽ മൂപ്പര് വേണമെങ്കിൽ അങ്ങോട്ട് പൈസ കൊടുത്തിട്ടുണ്ടോ പ്രാദേശിക നേതാക്കന്മാർക്ക് എന്നുള്ള സംശയമാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞ മാതിരി തന്നെയുള്ളത്. കാരണം എന്താ വെച്ചാൽ അതിന് പറ്റുള്ളൂ മൂപ്പര്. ഇപ്പോൾ ഒരു അങ്ങനെ പ്ലേസ് ചെയ്യാവുന്ന ഒരു കാൻഡിഡേറ്റ് അല്ല, അങ്ങനെ ഒരു ഫേസ് അല്ല. പിന്നെ പല ആൾക്കാരും വിചാരം മൂപ്പരെ പള്ളിക്കാരൊക്കെ ഒന്നായിട്ട് വോട്ട് ചെയ്യുന്നത്. സഭാ പൊളിറ്റിക്സിനകത്ത് പിന്നെ അതിനകത്തുള്ള ചില സാധനങ്ങളൊക്കെ ചർച്ച പൊളിറ്റിക്സിൽ വരുമ്പം അവിടുത്തെ ഏതെങ്കിലും കമ്മിറ്റിക്കൊക്കെ മത്സരിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരുന്നതെന്ന് വെച്ചാൽ എതിർ സ്ഥാനാർത്ഥി വൈരാഗികളുടെ ഒരു പ്രതിജ്ഞ ചെയ്യും. പൊതു തെരഞ്ഞെടുപ്പിലും ഒരു പഞ്ചായത്ത് മെമ്പറായിട്ട് പോലും മത്സരിച്ച് ജയിക്കാൻ കഴിയില്ല മൂപ്പർക്ക്. അങ്ങനെയുള്ള സ്ഥിതിയുണ്ട്. അതാണ് സ്ഥിതി. അപ്പോൾ അങ്ങനെയുള്ള ജനകീയ ബന്ധമോ കാര്യങ്ങളൊന്നുമില്ല. കേരള കോൺഗ്രസ് ഒരുപാട് നേതാക്കന്മാരുണ്ട്. ആ കൂട്ടത്തിൽ ഏത് കേരള കോൺഗ്രസ് ആണെന്ന് എനിക്കറിയില്ല. കേരള കോൺഗ്രസ് ഇഷ്ടം പോലെ ഉണ്ടല്ലേ. ജോസഫിൻ്റെ കൂടെ എ തൊട്ട് Z വരെയുള്ള 26 അക്ഷരങ്ങൾക്കും ബ്രാക്കറ്റിൽ ഇട്ടിട്ട് കേരള കോൺഗ്രസ് ഉണ്ട്. കേരള കോൺഗ്രസ് B, കേരള കോൺഗ്രസ് ജേക്കബ്, കേരള കോൺഗ്രസ് ജോസഫ്, കേരള കോൺഗ്രസ് മാണി, കേരള കോൺഗ്രസ് കറിയ തോമസ്, മറ്റേത് മറിച്ച് കയറാണ്ട് ഇങ്ങനെ ഇഷ്ടംപോലെ ഒരുപാട് സാധനങ്ങളുണ്ട്. അപ്പോൾ അതിലേതാണെന്നൊന്നും നമുക്കറിയില്ല. മൂപ്പർ ഏത് പാർട്ടിൻ്റെ ആണെന്ന് വെച്ചാൽ മൂപ്പർക്ക് അല്പം ഓർമ്മ ഉണ്ടാവില്ല. നിങ്ങൾ ഏത് പാർട്ടിൻ്റെ നേതാവായിരുന്നു വെച്ചാൽ വേണമെങ്കിൽ ഒന്ന് ആലോചിച്ചിട്ട് പറയേണ്ടി വരും. കാരണം വെച്ചാൽ പലയിടത്തും കൂടി ചാടാറുണ്ട്. അപ്പോൾ BJP ഇത്തരത്തിലില്ല. അപ്പോൾ കഴിഞ്ഞ തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത്യാവശ്യം 10-17,000-ഓളം വോട്ട് കെ സുരേന്ദ്രൻ അവിടെ നിന്ന് രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിച്ചപ്പോൾ കെ സുരേന്ദ്രൻ പിടിച്ചിട്ടുണ്ട്. കെ സുരേന്ദ്രൻ അന്ന് പിടിച്ച വോട്ട് അത് അവർക്ക് കിട്ടിയിട്ടുള്ള വോട്ടാണ്. ശക്തമായ മത്സരത്തിലാണല്ലോ പിടിക്കുന്നത്. കാരണം പിന്നെ ഏകപക്ഷീയമായിട്ട് മറ്റൊരു ജയിക്കുന്നു. പിന്നെ ഇവരും പ്ലേസ് ചെയ്തത് നല്ല സ്ഥാനാർത്ഥിനെ തന്നെയായിരുന്നു CPI പ്ലേസ് ചെയ്തത്. പക്ഷേ അങ്ങനെ വന്നു കഴിയുമ്പം ഇപ്പോഴുള്ള സ്ഥിതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വോട്ട് ഇവർക്ക് കിട്ടൂല. ആ വോട്ട് എങ്ങോട്ട് പോകുന്നുള്ളതാണ്. അതാണ് അവിടുത്തെ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം. 3 കൂട്ടരും CPMനെ സംബന്ധിച്ചിടത്തോളം പൈസയ്ക്ക് ഒരു പഞ്ഞുമില്ല. പക്ഷേ ഇലക്ഷൻ എഞ്ചിനീയറിംഗിൽ ഒരു വളരെ മോശമാണ്. ഞാൻ പറഞ്ഞ മാതിരി നിരന്തരമായി തോക്കുകയും തോറ്റ ചരിത്രം മാത്രം കൂടുതൽ ഉണ്ടാവുകയും ചെയ്യുമ്പം 3 പൊതു തെരഞ്ഞെടുപ്പിൽ തോക്കുകയും ഒരിക്കൽ മാത്രം ചക്ക വീണപ്പം മുതലെത്തമാരി ജയിക്കുകയും ചെയ്തിട്ടുള്ള വിജയരാഘവനാണ് ഇതിനെ കോർഡിനേറ്റ് ചെയ്യണം. ബാക്കി പലരും പറയുമ്പോൾ ഇപ്പോൾ ഇന്ന് എന്നോട് വേറൊരാൾ പറഞ്ഞു, P ജയരാജൻ പറഞ്ഞു ടൈറ്റാണ്, ഷൗക്കത്ത് ജയിച്ചു പോകാനാണ് സാധ്യത എന്നാണ് പറഞ്ഞത്. P ജയരാജൻ കണ്ണൂരിലെ. അതേപോലെ തന്നെ ഈ സ്വരാജ് ചില ആൾക്കാരോട് വ്യക്തിപരമായിട്ട് പറഞ്ഞ് ടൈറ്റ് ഫൈറ്റാണ്, പ്രവചനം അസാധ്യം എന്നുള്ളതാണ്. അൻവർ ഇത്രയും കോൺഫിഡൻസിൽ ജയിക്കും എന്നൊക്കെ പറയുമ്പം ഒന്നും കാണാതെ പറയൊന്നുമില്ല. അത്യാവശ്യം വോട്ട് 77 വോട്ട് എന്നൊക്കെ പറയേണ്ടത് അതൊന്നും കിട്ടില്ല. പക്ഷേ അൻവറിനെ സംബന്ധിച്ചിടത്തോളം അൻവറിന് രാഷ്ട്രീയ ഐഡൻറ്റിറ്റി തെളിയിക്കുക എന്നുള്ളതും
ബാർഗെയിനിങ് കപ്പാസിറ്റി ഉണ്ടാക്കുക എന്നുള്ളതാണ് അൻവറിൻ്റെ ലക്ഷ്യം. അൻവർ അത്യാവശ്യം വോട്ട് പിടിച്ചാൽ ഈ അനിൽകുമാറൊക്കെ അൻവറിൻ്റെയും കാല് പിടിക്കേണ്ടി വരും. കാരണം എന്ന് വെച്ചാൽ വണ്ടൂർ അൻവറിന് സ്വന്തമായിട്ട് വോട്ടുണ്ട്, ഏറനാട് അൻവറിന് സ്വന്തമായിട്ട് വോട്ടുണ്ട്, തിരുവമ്പാടിയിൽ അൻവറിന് സ്വന്തമായിട്ട് വോട്ടുണ്ട്. അപ്പോൾ എന്ന് വെച്ചാൽ ഇവർക്ക് ഈ ഭരണം കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ നിലനിർത്തുകയും പിടിക്കുകയും ഒക്കെ ചെയ്താലല്ലേ പുതിയ മണ്ഡലങ്ങൾ തിരുവമ്പാടിയൊക്കെ പിടിച്ചെടുത്താലേ ഓൾക്ക് പിന്നെ തിരുവമ്പാടിയും കുന്നമംഗലം ഒക്കെ പിടിക്കാതെ പിന്നെ ഇവിടെ നിന്ന് അവർക്ക് 70 സീറ്റ് കിട്ടുക. 70 സീറ്റ് കിട്ടുക എന്നാൽ ഓലെ കയ്യിലുള്ള എഴുതോസ് കുന്നപ്പള്ളി തോക്കാൻ പോവുകയാണ്. പിന്നെ അതേമാതിരിയുള്ള പല ആൾക്കാരും തോൽവിയിലേക്ക് പോവുകയാണ്. അപ്പുറത്തുനിന്ന് ഓർക്ക് കിട്ടാൻ പറ്റുന്നാൽ പിന്നെ ഒരുപക്ഷെ CPM ആരെയാണ് നിർത്തുന്നതെന്നുള്ളത് ചിന്തായറോമൊക്കെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് കൊല്ലം പിടിക്കാൻ പറ്റും. അങ്ങനെ ഓരോ ജില്ലയിലെടുത്ത് കഴിഞ്ഞാൽ ഏതൊക്കെ സീറ്റാണ് പിടിക്കാൻ പറ്റുക. പക്ഷേ സീറ്റ് പിടിക്കണ്ടേ? സീറ്റ് പിടിക്കാതെ ഇവർക്ക് എങ്ങനെയാണ് ഭരണത്തേക്ക് പോകാൻ പറ്റുക? ആകെ 41 സീറ്റാണ് UDF-നുള്ളത്. അതിന്ന് 30 സീറ്റും കൂടി ഏറെ പിടിക്കണ്ടേ? ആ 30 സീറ്റ് ഏതൊക്കെ പിടിക്കാണ്ടാകുക? അപ്പോൾ ഒരു പിടിക്കാൻ കണക്കൂട്ടുന്ന സാധനമാണ് തിരുവമ്പാടി. അൻവറിനെ കൂടെ കൂട്ടിയിട്ടില്ലെങ്കിൽ തിരുവമ്പാടി പിടിക്കാനും പറ്റില്ല, കയ്യിലുള്ള വണ്ടൂരോട് പോയും കിട്ടും. അപ്പോൾ എന്ന് വെച്ചാൽ അൻവറിന് മാർക്കറ്റിൽ വാല്യൂ കൂടും. ഇലക്ഷൻ കഴിയുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് വോട്ട് പിടിക്കും. ജയിക്കും എന്നൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല. ആര്യാടൻ ഷൗക്കത്ത് ജയിക്കാൻ തന്നെയാണ് സാധ്യത എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവസാന സമയത്ത് എന്തെങ്കിലും ട്രെൻഡ് ഉണ്ടാവുമോ, ഈ ആളുകളെ എങ്ങനെയൊക്കെ ആയിരിക്കും അവസാന സമയത്ത് എടുക്കുന്നത്? കാരണം CPM തന്ത്രങ്ങൾ മെനയാൻ വളരെ വിദഗ്ധരായിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷേ വിജയരാഘവനൊന്നും ആ തന്ത്രം മെനയാനുള്ള കഴിവില്ല. കാരണം ഇവർ ഇങ്ങനെ നിന്ന് അയിലേക്ക് ഇങ്ങനെ എല്ലാവരും ചെല്ലുണ്ട്, അയിലേക്ക് പോകുന്നുണ്ട് എന്നുള്ളതാണ്. മറ്റൊരെന്താ വെച്ചാൽ ഇപ്പോൾ ചാണ്ടി ഉമ്മൻ തന്നെ 4000-ഓളം വീട് കയറി എന്നുള്ളതാണ്. അപ്പോൾ വീടുകൾ കയറി അവിടെ പിന്നെ ആൾക്കാരിൽ ഒരാളായിട്ട് അങ്ങനെ വർക്ക് നടത്തുന്നു. BRM ഷഫീർ അവിടെ ക്യാമ്പ് ചെയ്ത് വർക്ക് നടത്തുന്നു. അങ്ങനെയുള്ള ഒരുപാട് ആളുകൾ, ശബരിനാഥൊക്കെ അവിടെ ഉണ്ടായിരുന്നു, കൃത്യമായിട്ട് വർക്ക് ചെയ്തിരുന്നു. അങ്ങനെയുള്ള ഈ ആളുകളൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ PM സാദിഖ് അലി, ഷാഫി ചാലിയം, KM ഷാജി തുടങ്ങിയിട്ടുള്ള വലിയൊരു നിര, ഷാഫി പറമ്പിൽ, രാഹുൽ മാങ്കൂട്ടത്തിൽ, അങ്ങനെ കിടക്കുന്ന ഒരു വലിയ നിര അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ നിരയൊക്കെ കൂടി ഇവർക്കൊന്നും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. അബിൻ വർക്കി ഒക്കെ അവിടെ ക്യാമ്പ് ചെയ്യുകയാണ്. അങ്ങനെ പിന്നെ കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെയുള്ള യൂത്ത് കോൺഗ്രസിൻ്റെ വളരെ ഊർജ്ജസ്വലരായ ചെറുപ്പക്കാരുണ്ട്, CPM-ൻ്റെയും ഉണ്ട്. പക്ഷേ CPM-മാരെ സംബന്ധിച്ചിടത്തോളം ഭരണവിരുദ്ധ വികാരം എന്നുള്ളത് ഫാക്റ്റാണ്. ആ സാധനം എങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യുന്നുള്ളത് തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണി കഴിയുമ്പോൾ തന്നെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഭരണവിരുദ്ധ വികാരത്തിൻ്റെ ഗുണഭോക്താവായിട്ട് ആര് മാറും? അത് അൻവറിലേക്ക് ഡൈവേർട്ട് ചെയ്തു പോയാൽ രണ്ടു കൂട്ടർക്കും ആര്യാടൻ വിരുദ്ധരുടെ വോട്ടുകൾ പിടിക്കുക, ഭരണവിരുദ്ധ വികാരം ആര്യാടനിലേക്ക് പോകാതെ അൻവറിലേക്ക് ഡൈവേർട്ട് ചെയ്തു പോയാൽ ഒരു പക്ഷേ അൻവർ കറുത്ത കുതിരയായിട്ട് മാറും. അങ്ങനെ ഉണ്ട്. ചിലപ്പോൾ കഴിച്ചിലായി പോയി എന്ന് വരും. കാരണം മൂപ്പര് ആ ധൈര്യത്തിലാണ് നിൽക്കുന്നത്. അപ്പം ഇത് തിരിച്ച് ഭരണവിരുദ്ധ വികാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള വോട്ട് UDF-ന് കൊടുക്കാൻ തീരുമാനിച്ചാൽ, ആളുകൾ UDF-ന് കൊടുക്കാൻ തീരുമാനിച്ചാൽ ആര്യാടൻ ഷൗക്കത്ത് ജയിക്കും. ആര്യാടൻ വിരുദ്ധ വോട്ടുകൾ സ്വരാജിലേക്ക് പോകാതെ അൻവറിലേക്ക് പോയാൽ അത് ആര്യാടന് ഗുണമാണ്. ഇതാണ് സ്ഥിതി ഇപ്പോൾ അവിടെ. അതിനപ്പുറത്തേക്ക് ഒരു പ്രഡിക്ഷനിലേക്ക് പോകാൻ അല്ലെങ്കിൽ മാർജിനിലേക്ക് പോകാനൊന്നും ഇപ്പം നമുക്ക് കഴിയില്ല. BJP-ക്ക് നിലവിലുള്ള വോട്ട് കിട്ടൂല. എന്നാലും ഒരു നേരിയ സാധ്യത ഇത്രത്തോളം 19 ദിവസത്തോളം നല്ല പ്രചരണമായിരുന്നു. ഒരു ഉപതെരഞ്ഞെടുപ്പ് അല്ല, ഒരു പൊതു തെരഞ്ഞെടുപ്പിനെ വെല്ലുന്ന തരത്തിലുള്ള പ്രചരണത്തൊക്കെ നടത്തു. എന്നാലും ഒരു നേരിയ മുൻതൂക്കം, അതായത് ഒരു കാലത്ത് ആര്യാടൻ മുഹമ്മദ് തൻ്റെ ഉള്ളം കയ്യിലിട്ട് അമ്മാനമാടിയ മണ്ഡലം, ആ കോൺഗ്രസ് അനുകൂല മലപ്പുറം ജില്ലയിലെ കോൺഗ്രസ് അനുകൂല മണ്ഡലം എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന നിലമ്പൂർ മാത്രമേ ഉള്ളൂ. ഒരു നേരിയ മുൻതൂക്കം UDF-നാണോ LDF-നാണോ? അല്ല, മലപ്പുറം ജില്ലയിലെ പിന്നെ കോൺഗ്രസ് അനുകൂല മണ്ഡലം എന്ന് പറയാൻ പറ്റുന്ന 2 മണ്ഡലമുണ്ട്. അതായത് വണ്ടൂരും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ കണ്ണേട്ടൻ ഇടയ്ക്ക് 96 തൊട്ട് 2001 വരെ MLA ആയിരുന്നു എന്ന് പറഞ്ഞാൽ അതിന് മുമ്പ് MA കുട്ടപ്പൻ ജയിച്ചിട്ടുണ്ട്, മന്ത്രിസുധാരൻ ജയിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് മന്ത്രിസുധാരൻ 3 വട്ടം ജയിച്ചു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 4-5 തവണയായിട്ട് ഇയാൾ ജയിച്ചു വരുന്നുണ്ട്, പിൽകുമാർ ജയിച്ചു വരുന്നുണ്ട്. അപ്പോൾ അതൊരു കോൺഗ്രസിൻ്റെ സ്ട്രോങ് മണ്ഡലം തന്നെയാണ്. പറഞ്ഞതിൽ ചെറിയ ഫാക്ചറൽ എറർ ഉണ്ട്. സാധാരണ പൊതു തെരഞ്ഞെടുപ്പിനേക്കാൾ പിന്നെ ആവേശം പ്രസക്തി എന്ന് പറയരുത്. കാരണം ഉപതെരഞ്ഞെടുപ്പിനാണ് പൊതുതെരഞ്ഞെടുപ്പിനേക്കാൾ എപ്പോഴും പ്രസക്തി വരിക. ഉപതെരഞ്ഞെടുപ്പിൽ ആ സ്റ്റേറ്റ് മുഴുവൻ അവിടേക്ക് ഒറ്റുപോയിക്കൊണ്ടിരിക്കുക. പൊതു തെരഞ്ഞെടുപ്പിൽ ഇത് ഇങ്ങനെ ആൾക്കാർക്കവിടെ കേന്ദ്രീകരിക്കാൻ കഴിയില്ല. അപ്പം പൊതു തെരഞ്ഞെടുപ്പിനേക്കാൾ പ്രസക്തി എപ്പോഴും ഉപതെരഞ്ഞെടുപ്പിനാണ്. ഉപതെരഞ്ഞെടുപ്പാകുമ്പോൾ എല്ലാ പിന്നെ മെഷീനറീസും അവിടെ ഫോക്കസ് ചെയ്യാണ് എല്ലാ മുന്നണിയുടെയും. BJP-ക്കാർ മാത്രമേ ഉള്ളൂ എന്താ ചായ്ക്കോന്ന് പറഞ്ഞിട്ട് വല്ലാതെ ഇടയ്ക്കൊന്നും പോയി പിന്നെ നോക്കണമെന്നുള്ളൂ. പട്ടി എന്തൊക്കെ പോയമാതിരി ഇങ്ങനെ സ്ഥാനാർത്ഥി അതിലേക്ക് ഇങ്ങനെ പാഞ്ഞ് നടക്കുന്നുണ്ട്. എന്തായാലും മൂപ്പര് നിന്ന് നന്നായി. മൂപ്പർക്ക് ആരോഗ്യത്തിന് ഗുണം ചെയ്യും. കാരണം എന്താ വെച്ചാൽ നല്ല എക്സസൈസ് ആണല്ലോ, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നടക്കുകയല്ലേ. അപ്പോൾ എനിക്ക് അഡ്വക്കേറ്റ് മോഹൻ ജോർജിൻ്റെ ആരോഗ്യത്തിന്, ശാരീരിക ആരോഗ്യത്തിന് ഗുണം ചെയ്യും എന്നുള്ളതിനപ്പുറത്തേക്ക് BJP-ൻ്റെ രാഷ്ട്രീയ ആരോഗ്യത്തിന് അത് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല. ഇപ്പുറത്ത് അൻവർ അത്യാവശ്യം വോട്ട് പിടിച്ചാൽ തന്നെ ജയിക്കൊന്നും വേണ്ട, വോട്ട് പിടിച്ചാൽ തന്നെ അൻവറിൻ്റെ വൈത്താലം അവർ പോകേണ്ടി വരും. അതിൽ മുസ്ലിം ലീഗിൻ്റെ മുൻകൈ എടുക്കും. കാരണം തിരുവമ്പാടി ഉണ്ട്, ഞാൻ പറഞ്ഞ സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ. അപ്പോൾ നമുക്കൊരു വോട്ടിൻ്റെ കണക്കിലേക്ക് പോകാൻ ഇപ്പം കഴിയില്ല. ഇനിയുള്ള 48 മണിക്കൂർ വളരെ നിർണായകമാണ് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്നതാവും നന്നാകാൻ നിൽക്കും. തീർച്ചയായും കേരളം കാത്തിരിക്കുന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പോളിംഗ് ബൂത്തിലേക്ക് എത്താൻ വോട്ടർമാർക്ക് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ആവേശം നിറഞ്ഞ പരസ്യപ്രചരണം അവസാനിച്ചിരിക്കുന്നു. എന്തായാലും 2 മുന്നണി സ്ഥാനാർത്ഥികളും ഇടത് വലത് മുന്നണി സ്ഥാനാർത്ഥികളും PV അൻവറും തൃണമൂൽ കോൺഗ്രസ് പിന്തുണയ്ക്കുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥി
സ്ഥാനാർത്ഥി PV അൻവറും ശുഭപ്രതീക്ഷയിലാണ്. വിജയിച്ചു കയറാൻ കഴിയുമെന്ന് തന്നെയാണ് മൂവരും പ്രതീക്ഷ പങ്കുവെക്കുന്നത്. എന്തായാലും ജനങ്ങൾ എന്താണ് കാത്തുവച്ചത്, നിലമ്പൂരിൻ്റെ മനസ്സ് ആർക്കൊപ്പമാണെന്ന് അറിയാൻ 23 വരെ നമുക്ക് കാത്തിരിക്കാം.